ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ഉടൻ പണിയുമെന്ന മോഹം നൽകി 2018 പൊളിച്ചു നീക്കിയ ചന്തക്കുന്ന് നഗരസഭ ബസ് സ്റ്റാൻഡ് ഇതുവരെ പുനർനിർമ്മിക്കാനായില്ല. യാത്രക്കാർ വെയിലും മഴയും സഹിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷം പിന്നിട്ടു. രാഷ്ട്രീയ വടംവലിയിൽ വികസനം എങ്ങനെ തടസ്സപ്പെടുത്താമെന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ്. 1970കളുടെ തുടക്കത്തിലാണ് ചന്തക്കുന്നിൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചത്. ബലക്ഷയം വന്ന് കോൺക്രീറ്റ് അടർന്നു വീഴാൻ തുടങ്ങി. 2018 UDF ഭരണസമിതി സ്റ്റാൻഡ് പൊളിച്ചു മാറ്റി. പക്ഷേ DPR തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയ എഞ്ചിനീയർ മരിച്ചതും കോവിഡ് ലോക്ഡൌണുമെല്ലാം തടസ്സമായി. 2020 ഭരണസമിതിയുടെ കാലാവധി തീരാനിരിക്കെ നിർദ്ദിഷ്ട സ്റ്റാൻഡിന്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറായി. 12 കോടി രൂപ ചെലവ്. 8 കോടി വായ്പ എടുക്കാൻ തീരുമാനിച്ചു. സ്റ്റാൻഡിന്റെ ത്രിമാന വീഡിയോ പ്രകാശനം നടത്തി. തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് LDF ആണ്. പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് തന്നെ. UDFന്റെ കാലത്ത് തയ്യാറാക്കിയ പ്ലാനും എസ്റ്റിമേറ്റും ഉപേക്ഷിച്ച് വായ്പയെടുത്ത് നിർമ്മിക്കണോ, BOT വ്യവസ്ഥയിൽ വേണോ എന്നിങ്ങനെ ചർച്ച നീണ്ടു. DPR തയ്യാറാക്കാൻ മറ്റൊരു സ്ഥാപനത്തെ ചുമതലപ്പെടുത്തി. 10 കോടി രൂപ എസ്റ്റിമേറ്റ്. 50 ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്ന് നീക്കിവെച്ചു. പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന് കരാർ നൽകിയെന്നും പറയുന്നു. ഭരണസമിതിയുടെ കാലാവധി തീരാൻ ദിവസങ്ങൾ ശേഷിക്കെ 5 കോടി രൂപയുടെ ഒന്നാം ഘട്ടത്തിന് തറക്കല്ലിട്ടു. പണിയൊന്നും നടന്നില്ല. വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നു. വൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വന്നു. LDF ഭരണസമിതിയുടെ DPR പരിശോധിച്ചു. ടൗൺ പ്ലാനറുടെ അനുമതിയില്ലെന്ന് കണ്ടെത്തിയതായി പറയുന്നു. സ്റ്റാൻഡിന് നീക്കിവെച്ചതിൽ 49 ലക്ഷം രൂപ വക മാറ്റിയതായും പറയുന്നു. അതിനിടെ DPRൽ കോപ്പിയടി വിവാദം കനത്തു. UDF ഭരണസമിതിയുടെ കാലത്ത് താൻ സമർപ്പിച്ച DPRന് LDF അംഗീകരിച്ച DPRുമായി സമാനതകളുണ്ടെന്ന് എഞ്ചിനീയർ നഗരസഭയ്ക്ക് പരാതി നൽകി. തുടർന്ന് ഭരണസമിതി അന്വേഷണത്തിന് സബ് കമ്മിറ്റിയെ വെച്ചു. തെളിവെടുപ്പിൽ പരാതിക്കാരൻ ഹാജരായി. എതിർകക്ഷിയായ എഞ്ചിനീയർ എത്തിയില്ല. അതിനിടെ LDF ഭരണകാലത്ത് സ്റ്റാൻഡിന്റെ മധ്യത്തിൽ യാത്രക്കാർക്ക് വേണ്ടി നിർമ്മിച്ച ഷെൽട്ടർ ഈയിടെ പൊളിച്ചു. അരികിലേക്ക് മാറ്റി. കൂടുതൽ വിശാലമായി ഷെഡുണ്ടാക്കാനാണെന്നാണ് പറഞ്ഞത്. ഇതുവരെ പണി തുടങ്ങിയില്ല. സ്റ്റാൻഡിൽ ദിവസം 200 ബസ്സുകൾ കയറിയിറങ്ങുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5000-ഓളം യാത്രക്കാർ ആശ്രയിക്കുന്ന സ്റ്റാൻഡാണിത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.